അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഏതായാലും എടുത്തു വെച്ചല്ലേ, അപ്പോൾ നമുക്കത് എടുത്ത് ഇതിലിടാമെന്ന് കരുതി. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കൂടെ. എല്ലായിടത്തും ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും മഴയുണ്ട്, ഇടയ്ക്ക് വെയിലുണ്ട്, ഇടയ്ക്ക് മഴ ചാറൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ആ ഒരു ടൈമും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സ്കൂള്, മദ്രസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫ് ഫുൾ ഓഫ് ബിസി ഗൈസ്. അതിൻ്റെ ഇടയിൽ പാത്രം കഴുകൽ, അടിക്കൽ, തുടക്കൽ, മൊത്തത്തിൽ പറഞ്ഞാൽ വീട്ടുപണി. അങ്ങനെ എല്ലാവരുടെയും പോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ തട്ടി മുട്ടി സ്മൂത്തായിട്ടും സ്റ്റക്കായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞയച്ചിട്ട് ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് പാത്രം കഴുകുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാനും ഹൈസും മാത്രമേ ഉള്ളൂ. അർഷാക്കുവിനെ ഞാൻ വർക്കിന് വിട്ടു, കുട്ടികളെ ഞാൻ സ്കൂളിലോട്ട് വിട്ടു. സയാനും ഇസും പോകുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ രാവിലെ. അതുകൊണ്ട് വ്ളോഗ് എടുക്കലൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല കേട്ടോ. എന്തായാലും നമ്മുടെ പാത്രങ്ങളിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് മീൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു കോറിയുണ്ട്, അവിടെ വളർത്തുന്നതാണ്. അവിടെ പോയിട്ട് നമ്മളെ അർഷാക്കു ഇങ്ങനെ ചൂണ്ടലിട്ട് പിടിക്കും. അതൊരു 150ക്കുള്ള മീനുണ്ട് കേട്ടോ. വെറുതെ ചൂണ്ടലിട്ട് പിടിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതിനുള്ള പൈസ കൊടുക്കണം. അവർ വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ മീൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൽ സിൽവർ ആവോലി ആൻഡ് സിലോപ്പിയാണ് ഉള്ളത്. രണ്ടും അത്യാവശ്യം ടേസ്റ്റി മീനാണ്. ഇതൊരു ചെറുമണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ മീനിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും മൂർച്ചയില്ലാത്തൊരു കത്തിയുമായി ഞാനിത് ഇങ്ങനെ ചിലക്ക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച മീനാണ് നന്നാക്കാൻ കുറച്ചും കൂടി സുഖം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് ബലം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പിടിക്കുമ്പോൾ പിടുത്തം കിട്ടും. പിന്നെ അതിൻ്റെ പുറത്തുള്ള ചിലക്കയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും. പക്ഷേ ഇത് ഇളകി വരുന്നില്ല, ബിക്കോസ് നമ്മുടെ കത്തിക്ക് മൂർച്ചയില്ല. അങ്ങനെ ഞാൻ കുറേ കത്തിയും കത്രികയും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്രിക ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചിറകുകളൊക്കെ മുറിക്കാൻ സുഖമാണ്. കത്തി ഉണ്ടെങ്കിൽ മറ്റേ അങ്ങനെ വരിയാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടും കൂടെ വേണം. അതിൻ്റെ ഇടയിൽ മുള്ളൊക്കെ കുത്താൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല കടച്ചിലുണ്ടാവട്ടെ മുള്ളൊക്കെ കുത്തിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചിട്ടും ശ്രദ്ധയോടുകൂടിയുമാണ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹൈസും ആണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ. അവന് ഉറക്കം എണീക്കുന്നതിന് മുന്നേ ഇത് കഴിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മീൻ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ അതാണ് കേട്ടോ എനിക്ക് ആകെ സങ്കടം. അതിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ട് ഓൻ എടുക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ മരാമത്തിലാവും. ഓനാണെങ്കിൽ എന്നെ കുളിച്ച് കുട്ടപ്പനായി പൊട്ടും കുത്തി കടന്നുറങ്ങിയിരിക്കാം. എന്തായാലും കത്തി കൊണ്ടൊന്നും നടക്കില്ല. അവസാനം ഞാൻ ഉപ്പാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം അത് തിരുമണ കല്ലിൻ്റെ മേലെ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് കാട്ടിയിട്ട് മൂർച്ചയ്ക്ക് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പയും കത്തി മൂർച്ചയ്ക്കാൻ ബെസ്റ്റാണ്. ഞാൻ അവർ രണ്ടുപേരെയാണ് ഏൽപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 4 വീട്ടിലെയും 3 വീട്ടിലെയും കത്തികൾക്ക് നല്ല മൂർച്ചയായിരിക്കും. അങ്ങനെ വീണ്ടും ഞാൻ മൂർച്ചയാക്കിയ കത്തി കൊണ്ട് മീനൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാം കേട്ടോ. കാരണം ജസ്റ്റ് ഒന്ന് പാളിപ്പോയ കൈ നല്ല മുറിയാവും. കാരണം നന്നായിട്ട് ഇങ്ങനെ നൈസായിട്ട് മൂർച്ചയാക്കി തന്നിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്നലത്തെ കറിയുണ്ട്, പിന്നെ ഈ മീനും പൊരിക്കാന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. തട്ടിക്കൂട്ടാണ്. പിന്നെ മീനുള്ളതുകൊണ്ട് വേറെ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ, മീനാണ് ഇവിടെ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എന്തായാലും അതെല്ലാം കൂടെ ക്ലീൻ ആക്കിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ആദ്യം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴത്തെ പോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ നീര്, ഇല്ലെങ്കിൽ സുർക്കയുടെ നീര്, സുർക്ക, അതിന് നീരില്ല അല്ലേ. മല്ലിപ്പൊടി ചേർക്കണം, കുറച്ച് വലിയ ജീരകം. ഇനി എല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കയ്യിൽ മുള്ള് കുത്താൻ നല്ല ചാൻസ് ഉണ്ട്. സംഭവം നല്ല ടേസ്റ്റിയാണ്, പക്ഷേ ഇങ്ങനെ ക്ലീൻ ചെയ്യാനും അതിങ്ങനെ റെഡിയാക്കി എടുക്കാനും കുറച്ച് റിസ്ക്കാണ് കേട്ടോ. പിന്നെ കഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കാം. എന്തായാലും ഞാനിത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. സയാന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണത്. അപ്പോൾ എനിക്ക് വലിയ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കണം എന്നാണ് കേട്ടോ ആഗ്രഹം. എന്തായാലും നമുക്കുള്ള മീനും കൊണ്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചെറിയ പണികളൊക്കെ തീർന്നിട്ടുണ്ട്, ചെറിയ പണികളൊക്കെ തീരാനുണ്ട്. കുട്ടിയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എണീക്കാം. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഈ ഒരു സിങ്ക് വൃത്തിയാക്കുക എന്നുള്ളതാണ്. മീൻ പുറത്ത് പോയിട്ട് നേരാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പുറത്ത് മഴ പെയ്തിട്ട് ആകെ ചളി പിളിയാണ്, പിന്നെ മഴ ചാറലുണ്ട്. അവിടെ പോയിരുന്ന് മീനൊക്കെ നേരാക്കി വരുമ്പോൾ എനിക്ക് പനി ജലദോഷം പിടിക്കും. അങ്ങനെ ഞാൻ സിങ്കൊക്കെ ഒന്ന് നമ്മുടെ സബീനപ്പൊടി ഇട്ടിട്ടൊന്ന് ഒരത്തി പിടിപ്പിച്ച് വൃത്തിയാക്കാം കേട്ടോ. അല്ലെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ ചെളുക്കൊക്കെ അവിടെ ഇവിടെ പറ്റി പിടിച്ചത് അപ്പം തന്നെ കഴുകി കളയണം, അല്ലെങ്കിൽ പിന്നെ എത്ര നമ്മൾ കഴുകിയാലത് വരില്ല. പിന്നെ പുറത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് വീടിനകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ജീവിക്കുന്നത്. സംഭവം പട്ടപ്പകലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മഴയുടെ ഒരു മഴ കാരണമാണ് ഇങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. എന്തായാലും ലൈറ്റ് ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങണമല്ലോ, അല്ലെങ്കിൽ വെഴുക്കി തലടിച്ച് എവിടെയിലേക്ക് വീഴും. ടൈലിലാണെങ്കിൽ വെള്ളം പോയാലും കാണില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇയാളിന് ഇട്ടു കേട്ടോ. അയാളെ ഞാൻ വാക്കറിൽ ഇരുത്തിയിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ വേറൊരു വഴിയില്ല കേട്ടോ. ഇതിൽ കുറച്ച് നേരം ഇരിക്കുള്ളൂ. എനിക്കാണെങ്കിൽ കണ്ണ് കാണാതൊക്കെ ഇങ്ങനെ മാന്താൻ പോകണം. അപ്പോൾ വാക്കറിലിരുന്നാകുമ്പോൾ നടക്കില്ല, അതുകൊണ്ട് ആ സാധനം ഇഷ്ടമല്ല.
അങ്ങനെ ഞാൻ ഓനെയും കൈ പിടിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം വെറുതെ നിൽക്കുമ്പോൾ പലയിടത്ത് കൊണ്ടേ കൊടുക്കും, വേറെ ആരെങ്കിലും ഇവിടെയൊക്കെ വെറുതെ നിൽക്കുമ്പോൾ ഓരോരുത്തൊക്കെ കൊണ്ടേ കൊടുക്കും കേട്ടോ. ഐസുപ്പല്ലേ ഉമ്മ തരാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഉമ്മ തായെന്നൊക്കെ വെച്ചപ്പോൾ തരും, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു കുട്ടികളൊക്കെ ഉമ്മ തരുമ്പോൾ ഒരു ഇതല്ലേ. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അപ്പോൾ അവന് വർത്തനം പറയാൻ വയ്ക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നാട്ടി വിട്ടിട്ടുണ്ടാവും. അങ്ങനെ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻക്ക് ഞാനില്ലേ ഉച്ചയ്ക്ക് എന്താ പറയുക, കുറച്ച് വെജിറ്റബിൾ ഇട്ട് വേവിച്ച റൈസാണ് കേട്ടോ കൊടുക്കാറ്. ഉള്ളിയല്ല, നമ്മുടെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള റൈസാണ് കൊടുക്കാറ്. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ, ഇവിടെ കേട്ടോ നമ്മുടെ തിരുമ്പലൊക്കെ മഴയുള്ള സമയത്ത് ഇവിടെ തിരുമ്പലൊന്നും നടക്കില്ല. എന്തായാലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറേ പാമ്പേഴ്സില്ലേ റെഡിയാക്കാനുണ്ട് കേട്ടോ. ഭയങ്കര ചൊറ പിടിച്ചൊരു പരിപാടിയാണിത്. അതിങ്ങനെ ഇട്ടെടുക്കുമ്പോൾ രാത്രി നല്ല സുഖമാണ്. സംഭവം എവിടെയും യൂറിൻ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ആവില്ലെങ്കിലും പിന്നീടുള്ള അതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ അത് അവിടെ ഇവിടെ വലിച്ചെറിയാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ പാമ്പേഴ്സിൻ്റെ അകത്തുള്ള ജെല്ലൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി അതിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ജെല്ലൊക്കെ പോയി വാട്ടർ പോലെയാവും അത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴിച്ച് കളയാം. മറ്റേ സാധനം നമ്മളിങ്ങനെ ഉണക്കി കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയുക, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാരില്ലേ ഒരു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വെയിലൊക്കെ ആയിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈസുന് ഇന്ന് പോളിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അംഗൻവാടി പോവാണ്. ഇന്ന് ഉച്ചവരെ സ്കൂളുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വന്ന കുട്ടികൾ നമ്മളെ കണ്ടു. അവർ വന്നപ്പോൾ നമ്മളടുത്ത് ഓടി വന്നിട്ട് ഞാൻ കുട്ടീനെ കാണാത്ത മാതിരി എടുത്തുകൊണ്ടുപോകാണ് കേട്ടോ. ഞാനാണ് അതിനെ സൂചി വെക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ കൊണ്ടുപോകണോ. അതിൻ്റെ ഇടയിൽ എന്നോട് പറയേണ്ട ഉമ്മച്ചി കൊണ്ടുപോകണ്ട ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പോളിയോ വാക്സിൻ എടുക്കൽ നിർബന്ധമല്ലേ, കരച്ചിൽ കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. പിന്നെ എന്താ ചെയ്യുക. അങ്ങനെ അംഗൻവാടിയിലെത്തി. ഇസുമാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൽ എല്ലാത്തിനും കച്ചാൻ പിടിക്കുന്നത്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മരുന്നൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഐസ് തട്ടി മാറ്റി. പിന്നെ എങ്ങനെയൊക്കെ ഒതുക്കി പിടിച്ച് 2 സൂചിയൊക്കെ കുത്തിട്ടോ, 2 കൈമി ഓരോന്ന്, ഒരു കാലമി ഒന്ന്. ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഈ സൂചിക്ക് വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നത് നേരെ ഞങ്ങളെ തിരഞ്ഞിട്ട് അംഗൻവാടിക്ക് വന്നു. പിന്നെ എല്ലാവരും കൂടെ വീട്ടിൽ പോയിട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. കുറച്ച് നേരം വൈകിയാൽ തന്നെ മക്കൾ ഫുഡ് കാണാത്തോരമാതിരി കേട്ടോ. പട്ടിണി കിടന്ന മക്കളൊക്കെ കാട്ടില്ല എന്തുമാതിരിയാണ് ചോറൊക്കെ തിന്നാൻ. ഒരാൾ സ്കൂൾ വിട്ട് വന്ന പ്രശ്നത്തിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ടാറ്റാ.